നമുക്ക് ഈ സൈഡിലൂടെ പോവാം. വണ്ടി മാറ്റിയിട്ടിട്ട് ഇതൊക്കെ എന്ത് ഗൈസ്? എന്റെ മോനെ തിരിച്ച് റിട്ടേൺ പോയാണ്ട് വണ്ടി എന്റെ ടയറല്ലടാ, അതിന്റെ സൈഡ് പൊട്ടിയാണ്ട് ഇനി. അത് വിഞ്ചില്ലേ, വിഞ്ച് ആ സൈഡിൽ എവിടെയോ ഹുക്കായത്. എന്നിട്ട് ഇത് വലിഞ്ഞ സമയത്തിന്റെ സൈഡ് ബോഡി അപ്പാട് പൊട്ടിയിട്ടുണ്ട്. സ്ക്രാച്ച് ആയതുണ്ട്. ഇപ്പം മനസ്സിലായോ നമ്മുടെ വണ്ടിയുടെ പവർ? അതായത് ഷോക്ക് പൊട്ടി, ഫ്യൂവല് പോയി. നമ്മളെ വണ്ടി കഷ്ടപ്പെട്ട് റാംഗ്ലർ പറയണം, റാംഗ്ലർ സഹായിച്ചിട്ടാണ് നമ്മളിപ്പോൾ വണ്ടി പുറത്തെടുത്തിരിക്കുന്നത്. ഇതാണ് അവസ്ഥ. വണ്ടിയുടെ ഷോക്ക് മൊത്തം പോയിട്ട് അവസ്ഥയാണുള്ളത്. അതുപോലെ തന്നെ ഫ്യൂവലും കംപ്ലീറ്റ് തീർന്നിട്ടുണ്ട്. അതിൻ്റെ മറ്റേ ഇതിൻ്റെ മണ്ടയിലുള്ള ഫ്യൂവൽ നമുക്ക് കുറച്ച് വേണേ തരാം. നമുക്ക് അവരുടെ ഇതിൽ നിന്ന് ഫ്യൂവൽ എടുക്കാം. ഓക്കെ, കിട്ടിയ ഇപ്പോൾ വണ്ടി സ്റ്റാർട്ടായിട്ടുണ്ട് കാര്യം. പക്ഷെ നമ്മൾ ഷോക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് ഇതാക്കിയായിരുന്നു, പക്ഷെ അതൊക്കെ പോയി. ഇപ്പോൾ അത്യാവശ്യം നല്ല പണിയായിട്ടാണ് വണ്ടി ഉള്ളത്. ഇതിനിടയ്ക്ക് ഈ റാംഗ്ലർ കൂടെ ശല്യം ചെയ്തുകൊണ്ട് നമുക്ക് വണ്ടി തിരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ്. നമുക്ക് വണ്ടി എങ്ങനെയെങ്കിലും വർക്ക്ഷോപ്പിൽ എത്തിക്കാൻ പറ്റുള്ളൂ. ഇത് ഷോക്ക് ഓഫർ മൊത്തം പോയിട്ട് ബോഡിയിൽ ഉടഞ്ഞ അവസ്ഥയിലാണ് വണ്ടി കിടക്കുന്നത്. എന്തായാലും നമുക്ക് വണ്ടി റിക്കവറായി കിട്ടും നമ്മൾ വിചാരിച്ചല്ല. എന്തായാലും വണ്ടി റിക്കവറായി കിട്ടിയിട്ടുണ്ട്. കാരണം പറ, ഹൂ ഹെൽപ്പ് യു? അല്ല, അത് പറഞ്ഞ് റാംഗ്ലറാണ് നമ്മളെ സഹായിച്ചത്. പക്ഷേ ഇതൊരു ആക്സിഡന്റ് ആണ്. ആക്സിഡന്റ് നമുക്ക് അപ്രതീക്ഷിതമായിട്ട് വരുന്നതാണ്. ഓഫ് റോഡ് പിന്നെ ആക്സിഡന്റ് ഉണ്ടാവില്ലല്ലോ. എന്നാലും അവനെ സമ്മതിക്കാൻ വയ്യ ഗൈസ്, നമ്മുടെ വണ്ടിയാണ് പവർ എന്നുള്ള കാര്യത്തില്. ടയർ പൊട്ടി പപ്പടായിട്ടാണുള്ളത്. അതാണ് സൗണ്ട് കേൾക്കുന്നത്, കടകടകടന്ന്. ഇനി വിട്ടോ മുന്നിൽ എന്റെ വണ്ടി ഇതൊന്നല്ല ഗൈസ്. ഇവന്റെ വണ്ടി നോക്കൂ ഗൈസ്, ഫ്രണ്ട് ഷോക്കൊക്കെ ഒടിഞ്ഞ് തൂങ്ങിയിട്ടാണുള്ളത് വണ്ടി. അതിന്റെ വണ്ടി ഇല്ല. ഇവിടെ ഒരു കാറും ഉണ്ടല്ലോ ഇതുപോലെ കിടക്കേണ്ട വണ്ടിയായിരുന്നു ഗൈസ്. ആ താറ് നമ്മളാണ് അത് വലിച്ചു കയറ്റി കൊടുത്തത്. അതൊരു കാറ് കണ്ടോ ഗൈസ്, ഇത് പഞ്ചറായതാണെന്ന് തോന്നുന്നു. പഞ്ചറായിട്ട് ടയറൊന്നുമില്ല, വീൽസും മാത്രമേ ഉള്ളൂ. വണ്ടി മൊത്തം പൊളിഞ്ഞു കിടക്കാം. ആരെ ഉപേക്ഷിച്ച് പോയതാ ഈ താറ്. നമ്മളങ്ങനെ ഉപേക്ഷിച്ച് പോകേണ്ടതായിരുന്നു. നമ്മുടെ വണ്ടി ഹൈലി കേപ്പബിൾ ആയതുകൊണ്ട് മാത്രമാണ് ഗൈസ് നമുക്കതിനെ വലിച്ചു കയറ്റാൻ സാധിച്ചത്. പൊട്ടിയാ? ഗൈസ് ഇവനെന്റെ ബാക്കിയുള്ള എണ്ണയും കൂടി വലിച്ചു തീർത്തു ഗൈസ്. ഇനി വലിച്ചോണ്ട് പോണല്ലോ എന്തായാലും. ഗൈസ് അവസാനം കണ്ടില്ലേ, നമ്മൾ ഇവനെ വലിച്ചുകൊണ്ട് പോകേണ്ട അവസ്ഥയായി. എന്താടാ പോരാത്തെ? വണ്ടി സ്റ്റാർട്ടാകുന്നില്ല. ഹലോ
മിസ്റ്റർ പെരേര, താങ്കളുടെ വണ്ടി സ്റ്റാർട്ടാവുന്നില്ലേ? അതിന്റെ മൊത്തത്തിൽ കോഞ്ഞാട്ടായിട്ടാണ് ഫ്യൂൽ ടാങ്ക് പൊട്ടിയതാണ് മെയിൻ പണി. അതാ ഫ്യൂൽ ടാങ്ക് പൊട്ടിയ സ്ഥിതിക്ക് നീ വണ്ടി ഇവിടുന്ന് പോലും എനിക്ക് തോന്നില്ല. കെട്ടി വലിച്ച് കൊണ്ടുപോകാം, നമുക്ക് കെട്ടി വലിച്ച് കൊണ്ടുപോകാം. അവന്റെ ടയറൊന്നും അനങ്ങുന്നില്ല ഗൈസ്. നോക്കൂ ഗൈസ്, ഇവന്റെ ടയറൊന്നും കറങ്ങുന്ന പോലും ഇല്ല ഗൈസ്. ഷോക്കും ആക്സിലും എല്ലാം തകർന്നു.